الله وبركاته. الحمد لله الحمد لله رب العالمين، والعاقبة للمتقين، ولا عدوان إلا على الظالمين. ونصلي ونسلم على أشرف الأنبياء والمرسلين، نبينا محمد وعلى آله وأصحابه الفائزين برضا الله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ഏറെ സ്നേഹവും ബഹുമാനവും നിറഞ്ഞ രക്ഷിതാക്കളെ, സഹോദരങ്ങളെ, വിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധികളും വിലക്കുകളും ജീവിതത്തിൻ്റെ സർവ സന്ദർഭങ്ങളിലും പരിപൂർണമായി ഉൾക്കൊണ്ട് മുത്തഖീങ്ങളായി ജീവിക്കണം എന്ന് സ്വന്തത്തെ മറക്കാതെ നിങ്ങളിൽ ഓരോരുത്തരെയും ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു അത്തരത്തിൽ ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാനുള്ള തൗഫീഖ് നമുക്കെല്ലാവർക്കും നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. വിശുദ്ധ ഖുർആനിലെ 21-ാമത്തെ അധ്യായം സൂറത്തുൽ അംബിയാ, അതിൻ്റെ ആദ്യ 3 ആയത്തുകളാണ് നാം ഇതുവരെ പഠിച്ചത്. ഇൻഷാ അല്ലാഹ് 3-ാമത്തെ ആയത്തിൻ്റെ അവസാന ഭാഗം ഒന്നുകൂടി ചില കാര്യങ്ങൾ മനസ്സിലാക്കി 4-ാമത്തെ വചനത്തിലേക്കാണ് ഇന്ന് നമ്മൾ പ്രവേശിക്കുന്നത്. കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കി അത് ഉൾക്കൊണ്ട് ജീവിക്കാൻ അല്ലാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. മൂന്നാമത്തെ ആയത്ത് ഒന്ന് നമുക്ക് ആദ്യം മുതൽ അർത്ഥം പറഞ്ഞു വരാം. ഒന്ന് പാരായണം ചെയ്യാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ലാഹിയതൻ ഖുലൂബുഹും وأسروا النجوى الذين ظلموا هل هذا إلا بشر مثلكم أفتأتون السحر وأنتم تبصرون
ലാഹിയത്തൻ ഖുലൂബുഹും. എന്താണ് നമ്മൾ പറഞ്ഞത്? ലാഹിയത്ത് എന്ന് പറഞ്ഞാൽ അശ്രദ്ധയിലായി. ഖുലൂബുഹും അവരുടെ ഖൽബ്, ഖൽബ് ഹൃദയം. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു മനുഷ്യ ശരീരത്തിലെ അവയവങ്ങളെക്കുറിച്ച് ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. കണ്ണിനെ കുറിച്ച്, കാതിനെ കുറിച്ച്, കാലുകളെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഏറ്റവും കൂടുതൽ ഖുർആനിൽ ഖൽബിനെ കുറിച്ചാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ളത്. ഹൃദയം. കാരണം അത് നന്നായാൽ മാത്രമേ കാര്യമുള്ളൂ. പുറത്തേക്ക് നമ്മൾ എത്ര നല്ല പിള്ള ചമഞ്ഞാലും ഖൽബ് ശരിയല്ലെങ്കിൽ നമുക്ക് ആഖിറം നഷ്ടമാണ്. ഇവിടെ ജനങ്ങൾക്കിടയിൽ ഒരുപക്ഷെ നല്ലവനായി നമുക്ക് നടക്കാൻ പറ്റും. പക്ഷെ നമ്മുടെ ഖൽബ് നോക്കിയിട്ടാണ് ആഖിറം പരിഗണിക്കപ്പെടുന്നത്. അള്ളാഹുവിൻ്റെ നോട്ടം എവിടേക്കാണ്? നമ്മുടെ ഹൃദയത്തിലേക്കാണ്, അല്ലേ? അജ്സാമിലേക്കല്ല, സുവരിലേക്കല്ല. ശരീരത്തിൻ്റെ രൂപഭാവങ്ങൾ ഒന്നുമില്ല. വലാകിൻ യൻദുറു ഇലാ ഖുലൂബിക്കും, ഹൃദയത്തിലേക്കാണ്. വഅസറു നജ്വ, എന്ത് ചെയ്തു? നജ്വ രഹസ്യ സംസാരം അവർ രഹസ്യമാക്കി എന്ന് പറഞ്ഞാൽ രഹസ്യമായി അവർ സംസാരിക്കുകയാണ്. ആര്? ഇവിടെ മുശ്രിക്കുകളെ കുറിച്ചാണ് പറയുന്നത്. മുശ്രിക്കുകൾ രഹസ്യമായി സംഗമിക്കാറുള്ള സ്ഥലമായിരുന്നു ദാറുൻ നദ്വ എന്ന് പറയും. ഇപ്പോൾ സ്വഹാബത്തും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും പരസ്യ പ്രബോധനത്തിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് രഹസ്യമായി കൂടിയിരുന്നത് എവിടെയായിരുന്നു? ദാറുൽ അർക്കം, അല്ലേ? അർക്കം റളിയല്ലാഹു അൻഹുവിൻ്റെ വീട്ടിലായിരുന്നു. മുശ്രിക്കുകൾ കൂടിയ സ്ഥലമായിരുന്നു ദാറുൻ നദ്വ. അപ്പൊ അവര് അവിടെ ഇങ്ങനെ കൂടി. എന്തിനാണ് കൂടുന്നത്? പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രബോധന പ്രവർത്തനങ്ങളെ എങ്ങനെയെങ്കിലും സ്റ്റോപ്പ് ചെയ്യണം. അപ്പൊ അതിനു വേണ്ടി അവർ രഹസ്യമായി കൂടി. ഇത്തരത്തിൽ തിന്മകൾക്ക് വേണ്ടി രഹസ്യമായി കൂടുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അല്ലദീന ളലമു, അവരാരാ? അക്രമികളാണ്. ഇവിടെയുള്ള മുശ്രിക്കുകളെ കുറിച്ചാണ് പറയുന്നത്. അക്രമികളായ ആളുകൾ രഹസ്യമായി ഒരുമിച്ച് കൂടി. എന്നിട്ട് അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനെതിരെ നമ്മൾ പ്രചരിപ്പിക്കണം എന്ന നിലക്ക് ഒരുമിച്ചെടുത്ത ഒന്നാമത്തെ തീരുമാനം, നമ്മളത് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. എന്തായിരുന്നു? ഹൽ ഹാദാ ഇല്ലാ ബശറും മിത്ലുക്കും, ഈ മുഹമ്മദ് ആരാണ്? നിങ്ങളെപ്പോലെ ഒരു മനുഷ്യനാണ്, ഒരു മനുഷ്യനല്ലാതെ മറ്റാരുമല്ല. അപ്പൊ ഇങ്ങനെ ഒരു മനുഷ്യനെയാണോ നിങ്ങൾ പിന്തുടരുന്നത് എന്ന് അവർ ആരോപണം നടത്തി. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മാത്രം കേട്ട ഒന്നല്ല. ലോകത്ത് വന്ന എല്ലാ പ്രവാചകന്മാർക്കു നേരെയും ശത്രുക്കൾ നടത്തിയ ആരോപണങ്ങളിൽ ഒന്നാണ് ഇവർ മനുഷ്യരാണ്. അപ്പൊ ഇവരുടെ അഭിപ്രായത്തിൽ എന്തു വേണം? വല്ല മലക്കോ ദൂതനായി വരണം. അതിനല്ല മറുപടി കൊടുക്കുന്നുണ്ട്.
ഭൂമിയിൽ മലക്കുകളാണെങ്കിൽ ഞാൻ ആരയക്കും? മലക്കുകളെ ദൂതന്മാരായി നിയമിക്കും. പക്ഷെ മനുഷ്യരാണ്, മനുഷ്യരിലേക്ക് വരുന്നത് മനുഷ്യർ തന്നെയാണ് എന്നർത്ഥം. ഇനി അതിന്റെ ബാക്കി നോക്കുക. അത് പറഞ്ഞതാണ്, ഒന്നുകൂടി നമുക്ക് വിശദീകരിക്കാം. അഫതഅതൂന സിഹ്റ വഅൻതും തുബ്സിറൂൻ. അഫതഅതൂന എന്താണ്? നിങ്ങൾ, അതാ യഅതി എന്ന് പറഞ്ഞാൽ വന്നു. ഇവരോട് ചോദിക്കാണ്, ഇത് കേൾക്കുന്ന ആളുകളോട്, എന്നിട്ടും നിങ്ങൾ ചെല്ലുകയാണോ? എന്നിട്ടും നിങ്ങൾ ചെല്ലുകയാണോ? എന്തിലേക്ക്? അസ്സിഹ്റ, സിഹ്റിലേക്ക്. ഇവിടെ സിഹ്ർ എന്നത് വിശുദ്ധ ഖുർആനിനെയാണ് അവർ ഉദ്ദേശിക്കുന്നത്. സിഹ്ർ എന്നുള്ളത് ഏതർത്ഥത്തിലാണ് ഇവിടെ പറയുന്നത്? ജാലവിദ്യ. ജാലവിദ്യ എന്നർത്ഥത്തിലാണ്. നമുക്കറിയാം, സ്വാലിഹ് നബി അലൈഹിസ്സലാം, സ്വാലിഹ് നബി അലൈഹിസ്സലാമിനെ ആളുകൾ അവിശ്വസിച്ചപ്പോൾ അദ്ദേഹത്തോട് അന്നാട്ടിലെ ആളുകൾ പറഞ്ഞെന്താണ്? ഞങ്ങൾ ആവശ്യപ്പെടുന്നത് പോലെ ഒരു ഒട്ടകത്തെ നീ ഞങ്ങൾക്ക് കൊണ്ടുവന്ന് തരണം. അല്ലേ? സ്വാലിഹ് നബി അലൈഹി ഇസ്ലാമിന്റെ സമുദായം ഏതാണ്? അള്ളാഹു നശിപ്പിച്ച സമുദായങ്ങളിൽ ഫേമസ് ആയ രണ്ട് നാടാണ് ആദും സമൂദും. ആദും സമൂദും. അതിൽ സമൂദ് സമുദായം, സ്വാലിഹ് നബി അലൈഹി ഇസ്ലാം നിയോഗിക്കപ്പെട്ട ജനത, അവർ ആവശ്യപ്പെട്ടതുപോലെ ചുവന്ന രോമങ്ങൾ നിറഞ്ഞ് നിൽക്കുന്ന ഒരു ഒട്ടകം പാറയുടെ ഉള്ളിൽ നിന്ന് അവർക്ക് വേണ്ടി സ്വാലിഹ് നബി അള്ളാഹുവിന്റെ ദൂതനാണ് എന്ന് ഈ ആളുകളൊന്ന് വിശ്വസിക്കാൻ അള്ളാഹു കാണിച്ചു കൊടുത്തു. അവർ നോക്കി നിൽക്കെ ഒട്ടകം പുറത്തു വന്നു. നാഖത്തുല്ലാഹ്, അല്ലെ? ഖുർആൻ അതിനെ വിശേഷിപ്പിച്ചത് അള്ളാഹുവിലേക്ക് ചേർത്തിയിട്ടാണ് പറഞ്ഞത്. നാഖത്തുല്ലാഹ്, അള്ളാഹുവിന്റെ ഒട്ടകം. കാരണം ഏതെങ്കിലും ഒരു ഒട്ടകം പ്രസവിച്ച കുഞ്ഞല്ല അത്. അത് സ്പെഷ്യൽ, അവിടെ മാത്രം വന്ന ഒട്ടകമാണ്. പക്ഷെ അത് കണ്ടിട്ടും ഇവരെന്താ പറഞ്ഞത്? ഓ സ്വാലിഹേ, നീ വല്ലാത്തൊരു മജീഷ്യൻ തന്നെ, വല്ലാത്തൊരു മജീഷ്യനാണല്ലോ, ജാലവിദ്യക്കാരനാണല്ലോ എന്നാണ്. മൂസാ നബി അലൈഹിസ്സലാമ അദ്ദേഹത്തിന് അല്ലാഹു നൽകിയ ദൃഷ്ടാന്തമായ വടി നിലത്തിട്ട് ഇഴയുന്ന സർപ്പമായി മാറിയത് കണ്ടിട്ടും ഫിർഔനും ആളുകളും ഒക്കെ പറഞ്ഞത് എന്താണ്? ഇത് സിഹ്റാണ്. പിന്നീട് സാഹിറന്മാര് വന്നു മത്സരിച്ചു. അവർ മൂസാ നബി അലൈഹിസ്സലാമിൽ വിശ്വസിച്ചപ്പോൾ ഫിർഔൻ പറഞ്ഞെന്താ? നിങ്ങളെ സിഹർ പഠിപ്പിച്ച നിങ്ങളെ മൂത്താപ്പയാണല്ലോ, അല്ലെ? നിങ്ങളെ സിഹർ പഠിപ്പിച്ച നിങ്ങളെ വലിയ ആളാ. മൂസാ നബി അലൈഹി ഇസ്ലാമിനെ കുറിച്ച് അങ്ങനെയാ പറഞ്ഞത്. അപ്പൊ ഇത് പ്രവാചകന്മാർ കൊണ്ടുവന്ന ദൃഷ്ടാന്തങ്ങളെ അത് ജനങ്ങൾ അതിലേക്ക് എന്ത് ചെയ്യുന്നു? ആകൃഷ്ടരാവുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആയത്തുകൾ ഓതിക്കൊടുക്കുമ്പോ ഇത് കേട്ട് നിൽക്കുകയാണ്, ആളുകള് കേട്ട് നിൽക്കുകയാണ്. അപ്പൊ മഹാനായ മിസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു എങ്ങനെ ഇസ്ലാം സ്വീകരിച്ചത്? ഖുർആൻ രഹസ്യമായി കേട്ട് ഇരുന്ന് പഠിച്ചതാണ്. ആകൃഷ്ടരാവുകയാണ് ആളുകൾ അതിലേക്ക്. നിഷേധികളിൽ പ്രമുഖനായ അബൂജഹൽ പോലും എന്ത് ചെയ്തിട്ടുണ്ട്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വീട്ടിൽ ഖുർആൻ ഓതുന്ന സമയത്ത് കേട്ട് നിന്നു പോയിട്ടുണ്ട് എന്നുള്ളത്
ചരിത്രത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. കേട്ട് നിന്നു പോയിട്ടുണ്ട് അല്ലേ? അപ്പൊ ഇവര് പരിഹസിക്കുന്നോ അല്ലെങ്കിൽ ആരോപണങ്ങൾ ഉന്നയിക്കുന്നതിൽ ഒന്നാണ് ഈ സിഹറിലേക്ക്, ഈ ജാലവിദ്യയിലേക്ക് നിങ്ങൾ ചെല്ലുകയാണോ? വഅൻതും തുബ്സിറൂൻ. വഅൻതും, അൻതും എന്ന് പറഞ്ഞാൽ അൻതും എന്താണ്? അൻത എന്നാൽ നീയാണ് അല്ലെ? അൻതും നിങ്ങളാണ്. വഅൻതും നിങ്ങളായിരിക്കെ, അവിടെ വാവുൽ ഹാലാണ്. വാവുൽ ഹാല് നമ്മൾ കുറേ പറയുന്നുണ്ട്, ഒക്കെ ശ്രദ്ധിക്കുന്നുണ്ടോ? വഹും യൽഅബൂൻ, അവിടെയൊക്കെ വാവുൽ ഹാലാണ് വരുന്നത്. വഹും ഫീ ഗഫ്ലത്തിൻ മുഅ്രിദൂൻ, അവിടെയും വാവുൽ ഹാലാണ്. നിങ്ങളായിരിക്കെ എങ്ങനെയുള്ളവർ? തുബ്സിറൂൻ. തുബ്സിറൂൻ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കെ അല്ലെങ്കിൽ അറിയുന്നവരായിരിക്കെ. ഇത് നിങ്ങൾ കാണുന്നുണ്ടല്ലോ എന്നവരോട് ചോദിക്കുകയാണ്. അപ്പൊ നിങ്ങൾ ഇതൊക്കെ അറിഞ്ഞിട്ട്, കാരണം ഇത് സിഹറാണ്, ഇതൊരു ജാലവിദ്യയാണ്, ആളുകളെ ആകൃഷ്ടരാക്കുന്ന ഒരു ജാലവിദ്യയാണ്. മുഹമ്മദിന് ഇതാരൊക്കെയോ പഠിപ്പിച്ചു കൊടുത്ത് അത് അവൻ ഇങ്ങനെ പാരായണം ചെയ്യുകയാണ് എന്നിങ്ങനെ നിഷേധികളായ ആളുകൾ എന്ത് ചെയ്തു? ആരോപണങ്ങൾ ഉന്നയിക്കാൻ വേണ്ടി രഹസ്യമായി ഒരുമിച്ചു കൂടി. അതാണ്. അപ്പൊ ഈ ആരോപണങ്ങൾ ഇങ്ങനെ അവരുന്നയിക്കുകയാണ്. ഇനി അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന ഒരു മറുപടിയാണ് 4-ാമത്തെ ആയത്ത്. ഇതൊക്കെ ആളുകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ പ്രവാചകരെ, താങ്കൾ അവരോട് പറയേണ്ടത് എന്താണ്? അല്ലെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് എന്താണ്? അതാണ് നമുക്ക് 4-ാമത്തെ ആയത്തിൽ പഠിക്കാനുള്ളത്. ശ്രദ്ധിക്കുക. ആയത്ത് നമുക്കൊന്ന് പാരായണം ചെയ്ത് ഇതിലേക്ക് വരാം. 4-ാമത്തെ ആയത്ത്. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قال ربي يعلم القول. قال ربي يعلم القول في السماء والأرض. في السماء والأرض. وهو السميع العليم. وهو السميع العليم. قال ربي يعلم القول في السماء والأرض. وهو السميع العليم. قال ربي يعلم
അൽ ഖൗല ഫിസ്സമാഇ വൽ അർദ് വഹുവ സമീഉൽ അലീം. ഇതിൽ നമുക്ക് ശ്രദ്ധിക്കാനുള്ളത് ഓരോ ഹർഫുകളും അതിൻ്റെ മഖ്റജ് ശരിയാക്കി പാരായണം ചെയ്യുക എന്നതാണ്. ഖാല റബ്ബി യഅലമുൽ ഖൗല ഫിസ്സമാഇ, മീം നീട്ടേണ്ടതുണ്ട്, വൽ അർദ് വഹുവ സമീഉൽ അലീം. ഖാല, ഖാല പറഞ്ഞു. അർത്ഥം പറയുമ്പോൾ അവൻ പറഞ്ഞു എന്നാണ് അർത്ഥം പറയാം, അല്ലെ? ശരിക്കും ജലസ അവൻ ഇരുന്നു, ഖറഅ അവൻ വായിച്ചു. അപ്പൊ ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുന്ന ആളുകളോട് പറയാണ്, റബ്ബി, റബ്ബ് രക്ഷിതാവ്. റബ്ബന എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ രക്ഷിതാവ്. റബ്ബി എൻ്റെ രക്ഷിതാവ്, എൻ്റെ റബ്ബ്, എൻ്റെ റബ്ബ്. യഅലമു, യഅലമു, അലിമ എന്ന് പറഞ്ഞാൽ ഇൽമ്. എന്താ ഇൽമ്? അറിവ്, അല്ലെ? ഇൽമ്. ആലിം അറിയുന്നവൻ, അറിവുള്ളവൻ. അല്ലമ എന്താണ്? പഠിപ്പിച്ചു, അല്ലെ? ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു. ആ ഹദീസിന്റെ അടിസ്ഥാനത്തിലല്ലേ ഈ സദസ്സിൽ ഞാനും നിങ്ങളും ഇരിക്കുന്നത്, അല്ലേ? എന്താ ഹദീസ്? ഖൈറുക്കും, നിങ്ങളിൽ ഉത്തമൻ, മൻ ഒരുവനാണ്. എന്താ അവന്റെ ക്വാളിറ്റി? തഅല്ലമൽ ഖുർആൻ, അവൻ ഖുർആൻ പഠിക്കുന്നു, ഖുർആൻ പഠിക്കുന്നു. ഇവിടെ വിഷയം ഖുർആനിന്റെ പഠനമാണ്. അത് എവിടെയായിരുന്നാലും, വലിയൊരു ഹാളിൽ തന്നെ ഒരുമിക്കണം എന്നില്ല. എവിടെയായിരുന്നാലും, ചെറിയൊരു സദസ്സായാലും വലിയ സദസ്സായാലും ശരി, ഖുർആൻ പഠിക്കുന്നവൻ, വഅല്ലമഹു അതിനെ മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യുന്നവൻ. അതാണ് ഇവിടെ യഅലമു എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? അറിയുന്നു. അലിമ എന്ന് പറഞ്ഞാൽ അറിഞ്ഞു. യഅലമു അറിയുന്നു, അതുപോലെ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു, അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇത് ആ സമയത്തേക്ക് മാത്രം ബാധകമായ ഒരു വാക്കല്ല. എപ്പോഴും ഈ ആയത്ത് എന്താണ്? ഏത് കാലത്തും യോജിക്കുന്ന ഒന്നാണ്. ഇത്തരം വാക്കുകൾ ഉന്നയിക്കുന്ന, ഇത്തരം ആരോപണങ്ങള് മറ്റുള്ളവർക്കു നേരെ, അള്ളാഹുവിന്റെ മതത്തിനു നേരെ, അല്ലെ? ഇന്നും ലോകത്ത് ഏറ്റവും കൂടുതൽ വിമർശിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു മതം ഇസ്ലാമാണ്. ഏറ്റവും കൂടുതൽ വിമർശിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി എന്ന് പറയുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അതുപോലെ തന്നെ വിശുദ്ധ ഖുർആനുമാണ്. അപ്പൊ ഈ വാക്ക് എക്കാലത്തും പ്രസക്തമാണ്. ഇത് അതാണ് യഅലമു അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. അൽ ഖൗല ഫിസ്സമാഇ വൽ അർദ്. ഖൗല് വാക്ക്, ഖൗല് വാക്ക്. ഫിസ്സമാഇ വൽ അർദ്
അത് എവിടെയായിരുന്നാലും എന്നർത്ഥം. ഈ അൽ ഖൗല് എന്നുള്ളതിന് മുഫസ്സിരീങ്ങള് അതില് ഫിഅലും അഥവാ എല്ലാ വാക്കുകളും എല്ലാ പ്രവർത്തനങ്ങളും എന്നും അതിന്റെ തഫ്സീറിൽ വിശദീകരണം നൽകിയതായി കാണുവാൻ സാധിക്കും. ഫിസ്സമാഇ വൽ അർദ്, സമാ ആകാശം, സമാ ആകാശം. ഖുർആനിൽ സമാഉം സമാവാത്തുമുണ്ട്, അല്ലേ? സമാഉം സമാവാത്തുമുണ്ട്. എന്താണ് സമാവാത്തും സമാഉം തമ്മിലുള്ള വ്യത്യാസം? സമാ എന്നതിൻ്റെ ബഹുവചനമാണ് എന്ത്? സമാവാത്ത്. സമാവാത്തിന് ആകാശം എന്നല്ല പറയുക, ആകാശങ്ങൾ എന്നർത്ഥമാണ്, അല്ലേ? ആകാശങ്ങളാണ്. അതോടൊപ്പം തന്നെ ഈ സമാ വന്ന പിന്നെ ഏത് ആയത്തുകൾ പരിശോധിക്കുമ്പോഴും അവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്ന വിഷയങ്ങൾ അള്ളാഹുവിൽ നിന്ന് അവതീർണമാകുന്ന നന്മകളെ കുറിച്ച് അല്ലെങ്കിൽ തിന്മകളെ കുറിച്ചുള്ള കാര്യങ്ങളെക്കുറിച്ച് പരാമർശിക്കുന്ന രൂപത്തിലുള്ള വചനങ്ങളായിരിക്കും. അത്തരം വിഷയങ്ങളായിരിക്കും സമാ വരുന്നിടത്ത്. എന്നാൽ സമാവാത്ത് വരുന്ന ആയത്തുകൾ പരിശോധിക്കുമ്പോൾ അതിൽ അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പ്, അവന്റെ കഴിവ്, അതിൻ്റെ വിശാലത, ഇതൊക്കെ അറിയിക്കുന്ന ആയത്തുകളായിരിക്കും ഈ സമാവാത്ത് വന്ന ഭാഗങ്ങൾ. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരത്തിലുള്ള ഈ ആയത്തുകൾ വന്ന ഭാഗങ്ങൾ പരിശോധിക്കുമ്പോൾ നമുക്കത് കൃത്യമായി കാണുവാൻ സാധിക്കുന്ന ഒന്നാണ്. അതുപോലെ തന്നെ വൽ അർള്, അർള് ഭൂമി, അർള് ഭൂമി. എന്നാൽ ഈ സമാ സമാവാത്തുണ്ട്. അതുപോലെ അർള് എന്നുള്ളത് അതിന്റെ ബഹുവചനം എന്താണ്? അർള്. അത് അർളൂൻ, അറദീൻ, അറദൂൻ എന്നൊക്കെ അതിന്റെ ബഹുവചനമായി നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പോൾ ഭൂമി എന്ന് പറയുന്നത് ആകാശം പറഞ്ഞതുപോലെ തന്നെ 7 ഭൂമി ഉണ്ട്. ഉണ്ടോ? 7 ആകാശങ്ങളുണ്ട് എന്ന് നമുക്ക് തർക്കമില്ലാതെ പറയാൻ പറ്റും. 7 ഭൂമി ഉണ്ടോ? 7 ഭൂമി ഉണ്ട്, അല്ലേ? ഖുർആനിൽ അതിന്റെ സൂചന കാണാം, ഹദീത്തിൽ അത് വ്യക്തമായും പറയുന്നുണ്ട്. സൂറത്തു ത്വലാഖ് അതിന്റെ 12-ാമത്തെ ആയത്ത് വായിക്കുമ്പോൾ കാണാം, അല്ലാഹുല്ലദീ ഖലഖ സബ്അ സമാവാത് വമിനൽ അർളി മിസ്ലഹുന്ന. എന്താ അർത്ഥം? അല്ലാഹു ആരാണ്? അല്ലദീ ഖലഖ സബ്അ സമാവാത്, 7 ആകാശങ്ങളെ സൃഷ്ടിച്ചവനാണ്. വമിനൽ അർളി മിസ്ലഹുന്ന, അതുപോലെ തന്നെ ഭൂമിയും. അതുപോലെ തന്നെ ഭൂമിയും എന്ന് പറഞ്ഞാൽ അതേപോലെ 7 ഭൂമികളെയും സൃഷ്ടിച്ചവനാണ്. മാത്രമല്ല ഹദീത്ത് പരിശോധിക്കുമ്പോൾ കാണാം, അള്ളാഹിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, മൻ ളലമ മിനൽ അംരി ശൈആ തുവ്വിഖഹു മിൻ സബ്ഇ അറദീൻ. വേറെ ഒരുത്തന്റെ ഭൂമി ആരെങ്കിലും അന്യായമായി കവർന്നെടുത്താൽ, നാഗ നാടുകളിലെ തർക്കം എന്താന്ന് വെച്ചാല് സ്വത്തിന് വേണ്ടിയാണല്ലോ. അന്യന്റെ മുതല് അത് മറ്റൊരു ഹദീത്തിൽ കാണാം, ഒരു ചാണ് തൻ്റേതിലേക്ക് ആരെങ്കിലും ചേർത്തിയാൽ
7 ഭൂമികൾ കൊണ്ട് അവനെ കണ്ടാഭരണം അണിയിക്കും അല്ലാഹ്. ഹദീസിൽ കാണാം 7 ഭൂമി. മാത്രമല്ല മറ്റൊരു ഹദീസിൽ ലഅനല്ലാഹു മൻ ഗയ്യറ മനാറൽ അർദ്, ഭൂമിയുടെ അതിർവരമ്പുകൾ കീറി മുറിച്ച് അതിൽ മാറ്റം വരുത്തിയാൽ അവനെ 7 ഭൂമിക്കടിയിലേക്ക് ചവിട്ടി താഴ്ത്തുമല്ല എന്നും ഹദീസുകളിൽ കാണുവാൻ സാധിക്കും. അപ്പൊ 7 ആകാശങ്ങളും 7 ഭൂമികളും ഉണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആളുകൾക്ക് പറഞ്ഞു കൊടുത്ത കാര്യം അല്ലാഹ് പറഞ്ഞിട്ട് എന്ത്, ആകാശത്തിലാവട്ടെ ഭൂമിയിലാവട്ടെ എന്തൊരു വാക്ക് ആര് പറയുന്നുവെങ്കിലും എൻ്റെ റബ്ബ് അത് അറിയുന്നു. എന്തെങ്ങനെ പറയാനുള്ള കാരണം, ഇവര് മീറ്റിംഗ് കൂടിയത് എങ്ങനെയാ പരസ്യപ്പെടുത്തിയിട്ട ഇല്ല. എന്താ പറഞ്ഞത്, അസറു അന്നജുവ, രഹസ്യമായി കൂടിയതാ അല്ലേ? ആരും അറിയാതെ രഹസ്യമായി കൂടിയ ഒരു ഇരുത്തം, ഒരു മീറ്റിംഗ്, അതിലെടുത്ത തീരുമാനങ്ങളാണ് എന്ത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനെ തടയാൻ നമുക്ക് എന്തൊക്കെ പറയാൻ പറ്റും. അതിൽപ്പെട്ടതാണ്, ഒന്ന് പറഞ്ഞു, മുഹമ്മദ് നിങ്ങളെപ്പോലെ ഒരു സാധാരണ മനുഷ്യനാണ്. പക്ഷെ അത് ക്ലച്ച് പിടിക്കുന്നില്ല എന്ന് കണ്ടപ്പോ പിന്നെ പറഞ്ഞു, മുഹമ്മദ് പറയുന്നത് സിഹറാണ്. അപ്പൊ ഇങ്ങനെ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇങ്ങനെ കൂടിയ ഈ ഇരുത്തം അതൊക്കെ ആരറിഞ്ഞിട്ടുണ്ട്? റബ്ബ് സുബ്ഹാനഹു വ തആല അറിഞ്ഞിട്ടുണ്ട്. അത് അവരോട് പറ, അല്ലെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് അവരോട് പറയുകയാണ്. അപ്പൊ ഇവിടെ നമ്മൾ പഠിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതും എന്താണ്, ആകാശത്തിലോ ഭൂമിയിലോ ഇല്ല അപ്പുറത്തേക്ക് കൊടുക്കും നമുക്കൊന്നും ചെയ്യാൻ പറ്റൂലല്ലോ. നാം എന്തൊരു കാര്യം ചെയ്താലും പറഞ്ഞാലും അത് കൃത്യമായി റബ്ബ് സുബ്ഹാനഹു വ തആല അറിയുന്നുണ്ട്. അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം രഹസ്യമാവട്ടെ പരസ്യമാവട്ടെ അങ്ങനെ ഒരു വേർതിരിവില്ലാതെ കാര്യങ്ങൾ കൃത്യമായി അറിയുന്നവനാണ്. ഈ രഹസ്യവും പരസ്യമൊക്കെ ആർക്ക് ബാധകമാകുന്നതാ? നമുക്കുള്ളതാ അല്ലേ? നമ്മുടെ മുന്നിലുള്ള മാർഗങ്ങളാണ് ഈ രഹസ്യം പരസ്യം, ഉച്ചത്തിൽ അതുപോലെ പതുക്കെ, ഇതൊക്കെ നമുക്ക് മാത്രം ബാധകമാകുന്ന കാര്യങ്ങളാണ്. ഖുർആനിലെ 13-ാം അധ്യായം സൂറത്തുർ റഅദ് അതിന്റെ 10-ാമത്തെ ആയത്തിൽ കാണാം, സവാഉം മിൻകും മൻ അസറൽ ഖൗല വമൻ ജഹറ ബിഹി വമൻ ഹുവ മുസ്തഖഫിൻ ബില്ലൈൽ വസാരിബും ബിന്നഹാർ. നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് രഹസ്യമായി സംസാരിച്ചവനും പരസ്യമായി സംസാരിച്ചവനും രാത്രിയിൽ ഒളിഞ്ഞിരിക്കുന്നവനും പകലിൽ പുറത്തിറങ്ങി നടക്കുന്നവനുമെല്ലാം റബ്ബിനെ സംബന്ധിച്ചിടത്തോളം സമമാകുന്നു. അള്ളാന്റെ മുന്നിൽ രഹസ്യം പരസ്യം പകല് ഇരുട്ട് വെളിച്ചം ഇങ്ങനൊന്നുമില്ല. അള്ളാഹുവിന്റെ അറിവിനെ സംബന്ധിച്ചിടത്തോളം ഒരു തടസ്സമില്ല. ഇതൊക്കെ നമുക്ക് ബാധകമാകുന്ന കാര്യങ്ങളാണ്. റബ്ബിനെ സംബന്ധിച്ചിടത്തോളം അതൊന്നും യേശുന്നില്ല. അപ്പൊ ഇത് കൃത്യമായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒന്നാണ്. കാരണം ആകാശത്തിലാവട്ടെ ഭൂമിയിലാവട്ടെ എവിടെ വെച്ച് എന്തൊരു കാര്യം നമ്മൾ ചെയ്താലും അത് റബ്ബ് അറിയുന്നു എന്നതാണ്. ലുഖ്മാൻ അലൈഹിസ്സലാം എന്ത് ചെയ്തു?
അദ്ദേഹത്തിന്റെ മകന് കൊടുത്ത ഉപദേശങ്ങളുടെ കൂട്ടത്തിൽ എന്താണ്? 31-ാം അധ്യായത്തിന്റെ 16-ാമത്തെ ആയത്തിൽ ഓനെ വിളിച്ചു പറയുകയാണല്ലോ, വാപ്പ കൊടുക്കേണ്ട ഉപദേശ മക്കൾക്ക് ഇന്നത്തെ കാലത്ത് എന്തായാലും കൊടുക്കേണ്ടതാ. യാ ബുനയ്യ, പുന്നാര മോനെ, ഇന്നഹാ ഇൻ തകു മിസ്ഖാല ഹബ്ബത്തിൻ മിൻ ഖർദലിൻ, ഒരു അണുമണി തൂക്കം എന്തെങ്കിലും ഒന്ന് എന്റെ കുട്ടി ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ലെ വാപ്പ പറയാ മോനോട്, ഫതകും ഫീ സഖറത്തിൻ ഔ ഫിസ് സമാവാതി ഔ ഫിൽ അർദി, അതൊരു പാറയുടെ ഉള്ളിലായാലും ആകാശത്തിലായാലും ഭൂമിയിലായാലും മോനെ എന്ത് ചെയ്യും? അത് അല്ലാഹു കൊണ്ടുവരും. കാരണം എന്താ? അത് അല്ല അറിഞ്ഞിട്ടുണ്ട്, അല്ല കണ്ടിട്ടുണ്ട്, അല്ല കേട്ടിട്ടുണ്ട്, അല്ല അത് കൊണ്ടുവരും. അതുകൊണ്ട് എന്ത് ചെയ്യണ്ട? അത്തരത്തിലുള്ള ഒരു കാര്യത്തിലേക്കും എന്റെ മോന് പോകരുത് എന്ന് വാപ്പ വളരെ സ്നേഹത്തോടെ തന്റെ കുഞ്ഞിന് ആഖിറം നഷ്ടപ്പെടാൻ പാടില്ല, തന്റെ കൺമുന്നിൽ തന്റെ മോൻ നരകത്തിന്റെ ഇന്ധനമായി തീരുന്ന കാഴ്ച കാണാൻ പാടില്ല എന്നുള്ള അടങ്ങാത്ത ആഗ്രഹത്തോടെ, അതോടൊപ്പം നരകത്തെക്കുറിച്ചുള്ള ഭയത്തോടെ നൽകുന്ന ഉപദേശമാണത്, അല്ലേ? അള്ളാഹു അറിയുന്നുണ്ട്. അള്ളാഹു പറഞ്ഞില്ലേ, വഹുവ മഅക്കും ഐനമാ കുൻതും, നിങ്ങൾ എവിടെയാണെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ കൂടെയുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്. എവിടെയായാലും നിങ്ങളുടെ കൂടെ അല്ലാഹുണ്ട്. അപ്പൊ അല്ലാഹു ആകാശത്തിലും ഭൂമിയിലും എന്തൊരു വാക്കും എന്തൊരു ഫിഅലും ആരിൽ ഉണ്ടായാലും അറിയുന്നവനാണ്. അത് അല്ലാഹ് മാത്രമേ അറിയുന്നുള്ളൂ, വേറെ ആർക്കും അറിയാൻ കഴിയില്ല. ഇപ്പോ മഹാനായ ആസിം റളിയല്ലാഹു അൻഹു ബദർ യുദ്ധത്തിലൊക്കെ പങ്കെടുത്ത സ്വഹാബിയാണ് ആസിം റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ 10 ആളുകളെ എന്താക്കി? ശത്രുക്കളുടെ നീക്കങ്ങൾ അറിയാൻ നിയമിക്കുന്നുണ്ട്. ആ 10 ആളുകളും ശത്രുക്കള് അവരെ പിടിച്ചു. അമ്പെയ്ത്ത് വിദ്യയിൽ വിദഗ്ധന്മാരായ ശത്രുക്കള് എന്ത് ചെയ്തു? ഈ 10 ആളുകളെയും പിടികൂടി അവരെ വധിക്കുന്നുണ്ട്. അവരിൽ 8 പേരെ അവിടെ വെച്ചും 2 പേർ മക്കയിൽ വെച്ചും വധിക്കപ്പെടുന്നുണ്ട്. അപ്പൊ ആസിം റളിയല്ലാഹു അൻഹു അവിടെ വെച്ചുകൊണ്ട് നടത്തിയ ഒരു പ്രാർത്ഥനയുണ്ട്. എന്താണ്? അല്ലാഹുമ്മ അഖ്ബിർ അന്നാ നബിയ്യക്, അല്ലാഹുവേ ഞങ്ങൾ ഇവിടെ കുടുങ്ങിയിട്ടുണ്ട്, ഈ വിവരം നിന്റെ പ്രവാചകനെ നീ അറിയിക്കണേ അല്ലാഹ്. നീ എന്തായാലും ഇപ്പൊ അറിഞ്ഞിട്ടുണ്ടല്ലോ, ഏതാനും കിലോമീറ്ററുകൾക്കപ്പുറമുള്ള ജീവനോടെയുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇത് അറിയുന്നില്ല, ഇത് കാണുന്നില്ല. കാരണം മനുഷ്യന്റെ അറിവിനെ സംബന്ധിച്ചിടത്തോളം ഏത് കാര്യത്തിനും ഒരു പരിധിയുണ്ട്, പരിമിതിയുണ്ട്. അതിനപ്പുറമുള്ളത് ഒരിക്കലും ഒരു മനുഷ്യന് അറിയാൻ കഴിയില്ല. ജീവിച്ചിരിക്കുന്ന സമയത്തും കഴിയില്ല, മരിച്ചു കഴിഞ്ഞാൽ ഒട്ടും അറിയില്ല. ഇന്ന് നമുക്കറിയാം, പല ആളുകളെ കുറിച്ചും പലരും ഗർഭത്തിലുള്ള കുഞ്ഞു അതിൻ്റെ അവസ്ഥ വരെ എന്ത് എന്നൊക്കെ അറിഞ്ഞു, മാറ്റിക്കൊടുത്തു എന്നൊക്കെ പറയുന്നു. മാത്രമല്ല, നമ്മൾ എന്ത് എവിടുന്ന് ചെയ്താലും അതൊക്കെ അറിയുന്നവരാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. നിങ്ങൾ വ്യഭിചരിച്ചാലും അതറിയും, നിങ്ങൾ എന്ത് ചെയ്താലും അറിയും എന്നിങ്ങനെ ചില ആളുകളെ കുറിച്ച് ചിലർ വല്ലാതെ ഓരോ ദിവസം കഴിയുന്തോറും ഇങ്ങനെ പുതിയത് ഓരോന്ന് വന്നുകൊണ്ടിരിക്കുക.
മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തൊട്ട് മുമ്പിലുള്ളത് വരെ അറിയുന്നില്ല. തന്റെ മുന്നിലുള്ള പാത്രത്തിൽ തന്നെ ക്ഷണിച്ച ജൂത പെണ്ണ് കലർത്തിയ വിഷം അള്ളാന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അറിയുന്നില്ല. റബീഉൽ അവ്വൽ അതിന്റെ തുടക്കത്തിലാണ് നമ്മളുള്ളത്. ഒന്നാണ് അള്ളാന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഹിജറ 11 പണങ്ങിയാൽ ശക്തമായ വേദന കൊണ്ട് പ്രയാസപ്പെടുന്ന സമയമാണ് ഇത്. ആ വേദന വരുമ്പോൾ അവിടുന്ന് പറഞ്ഞിട്ടുണ്ട്, അന്ന് ഖൈബറിൽ ജൂത പെണ്ണ് കലർത്തിയ ഭക്ഷണത്തിൽ കലർത്തിയ വിഷം, അതിന്റെ പ്രയാസമാണ് ഞാൻ ഇന്നും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് പറയാറുണ്ടായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അറിയുന്നില്ല. മഹാനായ യാക്കൂബ് നബി അലൈഹിസ്സലാം തന്റെ മോനെ യൂസുഫ് നബി അലൈഹിസ്സലാമയെ സഹോദരങ്ങൾ കിണറ്റിലിട്ടത് അറിയുന്നില്ല. പൊട്ടിക്കരഞ്ഞുകൊണ്ട് ആ പിതാവ് കരഞ്ഞ് കരഞ്ഞ് കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടു എന്ന് പറയുന്നു. ലോകത്ത് കടന്നു വന്ന അംബിയാഇനോ ആർക്കും പ്രിയപ്പെട്ടവരെ ഒരു പരിധിക്കപ്പുറമുള്ളത് അറിയാനുള്ള കഴിവില്ല. ഒരു മനുഷ്യൻ എന്ന നിലയിൽ അറിയാനുള്ള കഴിവ് മാത്രമേ അവർക്കൊക്കെ ഉള്ളൂ. അതിനപ്പുറത്ത് ഒന്നും അറിയുന്നില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു കല്യാണം നടത്തി കൊടുത്തിട്ട് ആ കല്യാണത്തിലൂടെ ദാമ്പത്യ ജീവിതത്തിലേക്ക് പ്രവേശിച്ചവർ മുലകുടി ബന്ധത്തിലൂടെ സഹോദരങ്ങളാണ് എന്ന് പിന്നെ ഇവർക്ക് മുലപ്പാല് നൽകിയ പെണ്ണ് വന്ന് പറയുമ്പോഴാ അള്ളാന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അറിയുന്നത്. അല്ലേ? അറിയില്ല. കാരണം എല്ലാം കൃത്യമായി അറിയുന്നവൻ റബ്ബ് മാത്രമേ ഉള്ളൂ. അതാണ് ഇവിടെയും അല്ലാഹു പറയുന്നത്, റബ്ബി യഅലമു, എന്റെ റബ്ബ് എല്ലാം അറിയുന്നു. എല്ലാ വാക്കുകളും ബിസ്സമാഇ വൽ അർദി, ആകാശത്തിലും ഭൂമിയിലുമുള്ള. മാത്രമല്ല വിശുദ്ധ ഖുർആനിൽ അല്ലാഹു അവനെ കുറിച്ച് പരിചയപ്പെടുത്തിയില്ലേ? 40-ാം അധ്യായം 19-ാമത്തെ വചനത്തിലും കാണാം, യഅലമു ഖായിനത്തൽ അയുൻ, എല്ലാ കണ്ണുകളുടെ കട്ടുനോട്ടവും കൃത്യമായി അറിയുന്നവൻ അല്ലാഹ് മാത്രമേ ഉള്ളൂ. വമാ തുഖ്ഫിസ് സുദൂർ, ഹൃദയങ്ങൾ മറച്ചു വെക്കുന്നത് അറിയുന്നവൻ അല്ലാഹു മാത്രമേ ഉള്ളൂ. ഹൃദയങ്ങളിലുള്ള എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതറിയുന്നവൻ അല്ലാഹു മാത്രമാണ് എന്ന് അല്ലാഹു അവനെ സംബന്ധിച്ച് പറയാ. ഇനി മാത്രമല്ല, ഈ ആയത്തിന്റെ അവസാനത്തിൽ എന്താ അല്ലാഹ് പറയുന്നത് നോക്കൂ നിങ്ങൾ. അല്ലാഹുവിനെ കുറിച്ച് അല്ലാഹ് പറയാ, വഹുവസ് സമീഉൽ അലീം, റബ്ബി യഅലമുൽ ഖൗല ഫിസ് സമാഇ വൽ അർദ്. എന്തേ കാരണം? ഇങ്ങനെ പറയാനുള്ള കാരണം വഹുവ, അവൻ ആകുന്നു. വഹുവ, അവൻ തന്നെയാണ്. ആര്? അസ്സമീഉൽ അലീം. സമീഅ്, ദ സമീഅ്, സമീഅ് എല്ലാം കേൾക്കുന്നവൻ. അല്ലാഹുവിന്റെ സംഅ് എന്ന സിഫത്തിന്റെ നാമമാണ് അസ്സമീഅ്. എല്ലാം കൃത്യമായി, ദൂരെ നിന്നോ അടുത്തു നിന്നോ എന്ന വ്യത്യാസമില്ലാതെ, പതുക്കെയെന്നോ ഉച്ചത്തിലെന്നോ വ്യത്യാസമില്ലാതെ എല്ലാം കേൾക്കുന്നവൻ, അതാണ് അസ്സമീഅ്. വിശുദ്ധ ഖുർആനിൽ 45 തവണ അസ്സമീഅ് എന്ന പദം നമുക്ക് കാണുവാൻ സാധിക്കും. അല്ലാഹുവിന്റെ നാമമായി അസ്സമീഅ് എന്നത് ഖുർആനിൽ 45 തവണ നമുക്ക് കാണുവാൻ സാധിക്കും.
ഇതിൽ 30-ലധികം സ്ഥലത്ത് സമീഅ വന്നത് അൽ അലീം എന്ന നാമത്തിന്റെ കൂടെയാണ്. ഇതിൽ 30-ലധികം സ്ഥലത്ത് അസ്സമീഇന്റെ കൂടെ വന്നത് അൽ അലീം എന്ന നാമമാണ്. എന്താണ് അൽ അലീം എന്ന് പറഞ്ഞാൽ? എല്ലാം അറിയുന്നവൻ, എല്ലാം അറിയുന്നവൻ. വിശുദ്ധ ഖുർആനിൽ 157 തവണ അൽ അലീം എന്ന അള്ളാഹുവിന്റെ നാമം വന്നതായി കാണുവാൻ സാധിക്കും. എല്ലാം അറിയുന്നവൻ, അവൻ അറിയാത്തതായി ഒന്നുമില്ല എന്നർത്ഥം. ഇത് അള്ളാഹുവിന്റെ നാമങ്ങളിൽ 2 നാമങ്ങളാണ്, അല്ലെ? അള്ളാഹുവിന്റെ നാമങ്ങളുടെ എണ്ണം എത്രയാണ്? നമ്മൾ സാധാരണ പഠിച്ചു വരുന്നത് 99 നാമങ്ങളാണ്. അത് മാത്രമല്ല അള്ളാഹുവിന് ഉള്ളത്, അതിലധികമുണ്ട്, പക്ഷെ പഠിപ്പിക്കപ്പെട്ടിട്ടില്ല. അപ്പൊ അതിലധികമുണ്ട് എന്നുള്ളത് എവിടുന്നാ കിട്ടിയത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിച്ച പ്രാർത്ഥനയിൽ കാണാം, അസ്അലുക ബികുല്ലി ഇസ്മിൻ ഹുവ ലക സമ്മൈത ബിഹി നഫ്സക ഔ അൻസൽതഹു ഫീ കിതാബിക ഔ അല്ലംതഹു അഹദൻ മിൻ ഖൽഖിക ഔ ഇസ്തഅ്സർത ബിഹി ഫീ ഇൽമിൽ ഗൈബി ഇൻദക. എന്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, നിനക്കുള്ളതായ, നീ സ്വന്തത്തിന് നൽകിയതായ, നിന്റെ അടിമകളിൽ ആർക്കെങ്കിലും അറിയിച്ചു നൽകിയതോ, നിന്റെ കിതാബിൽ അവതരിപ്പിച്ചതോ, നിന്റെ അദൃശ്യജ്ഞാനത്തിൽ നീ തെരഞ്ഞെടുത്തതോ ആയ എല്ലാ നാമങ്ങൾ കൊണ്ടും ഞാൻ ചോദിക്കുന്നു. ഇവിടെ കാണാ, നിന്റെ അദൃശ്യജ്ഞാനത്തിൽ നീ തെരഞ്ഞെടുത്തത്, അതാർക്കും അറിയിച്ചെന്നിട്ടില്ല. അങ്ങനെ നിനക്കുള്ള, നീ കണ്ടെത്തിയ ഏതൊക്കെ നാമങ്ങളുണ്ടോ ആ നാമങ്ങൾ കൊണ്ടെല്ലാം ഞാൻ നിന്നോട് ചോദിക്കുന്നു. അപ്പൊ അത് അള്ളാഹുവിന് 99-ലധികം നാമങ്ങളുണ്ട് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. ഇനി 99 നാമങ്ങൾ, ആ നാമങ്ങൾ കൊണ്ട് നമുക്ക് അമല് ചെയ്യാനുണ്ട്. ആ നാമങ്ങൾ പഠിപ്പിക്കപ്പെട്ടത്, ആ 99 നാമങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ പഠിക്കണം. അത് നിങ്ങൾക്ക് സ്വർഗത്തിലേക്കുള്ള ഒരു കർമ്മമാണ്, ഒരു ഇബാദത്താണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന ലില്ലാഹി 99 ഇസ്മ മിഅതൻ ഇല്ലാ വാഹിദ. അള്ളാഹുവിന് 99 നാമങ്ങളുണ്ട്, 100-ന് 1 ഒഴികെ എന്ന് പറഞ്ഞാൽ 99 നാമങ്ങൾ. മൻ അഹ്സാഹാ ദഖലൽ ജന്ന. ആര് അത് ഇഹ്സാ ചെയ്യുന്നുവോ അവൻ സ്വർഗത്തിൽ പ്രവേശിക്കും. അപ്പൊ 99 നാമങ്ങൾ ഇഹ്സാ ചെയ്യാം, സ്വർഗത്തിലേക്കുള്ള ഒരു ഇബാദത്താണ്. എന്താണ് ഇഹ്സാ ചെയ്യുക എന്ന് പറഞ്ഞാൽ? അതിനെക്കുറിച്ച് ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറഞ്ഞത് 3 തരത്തിലാണ്, 3 കാര്യങ്ങളാണ് ശ്രദ്ധിക്കാനുള്ളത്. ഈ പഠിപ്പിക്കപ്പെട്ട സമീഅ്, അൽ അലീം എന്നീ നാമങ്ങളെ വിഷയത്തിലും നമ്മൾ പഠിക്കേണ്ടത് അതാണ്. 3 കാര്യങ്ങളാണ്. എന്തൊക്കെയാണ്? ഒന്ന് ശ്രദ്ധിക്കാനുള്ളത്, ഈ 99 നാമങ്ങള് എണ്ണി തിട്ടപ്പെടുത്തി മനപ്പാടമാക്കുക. 99 നാമങ്ങളും മനപ്പാടമാക്കുക. രണ്ടാമത്തത്, അവയുടെ അർത്ഥവും തേട്ടവും അറിയുക. എന്താണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്? മൂന്നാമത്തത്, അവ കൊണ്ട് ദുആ ചെയ്യുക എന്നതാണ്. ഈ നാമങ്ങൾ മുൻനിർത്തി അള്ളാഹുവിനോട് നമ്മൾ പ്രാർത്ഥിക്കുക എന്ന്. ഇവിടെ രണ്ടാമതായി പറഞ്ഞതാണ് അതിന്റെ അർത്ഥം അറിഞ്ഞ് പ്രവർത്തിക്കണം.
അപ്പൊ അള്ളാഹു അസ്സമീ ആണ്, അള്ളാഹ് അൽ അലീമാണ്. ഇത് അള്ളാഹുവിനെ കുറിച്ച് പഠിച്ച ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം എന്റെ റബ്ബ് ഞാൻ എന്ത് പറഞ്ഞാലും കേൾക്കും. എവിടെ ഞാൻ എന്ത് ആരോട് എത്ര പതുക്കെ പറഞ്ഞാലും എന്റെ റബ്ബ് കേൾക്കും. അത് മനസ്സിലാക്കിക്കൊണ്ട് എന്തേ ചെയ്യാകൂ? നല്ലതല്ലാത്ത ഒന്നും അവൻ പറയാൻ പാടില്ല. ഇത് പഠിച്ച ഒരാളെ സംബന്ധിച്ചിടത്തോളം ശ്രദ്ധിക്കേണ്ടതാണ്. നല്ലതല്ലാത്ത ഒന്നും അവൻ പറയാൻ പാടില്ല. അത് നല്ലത് പറയാതെ ചീത്തയായ രൂപത്തിലുള്ള വാക്കുകൾ പിന്നെയും ഇങ്ങനെ വിളിച്ചു പറയാ എന്ന് പറഞ്ഞാൽ അവൻ അള്ളാഹുവിനെ കുറിച്ച് മനസ്സിലാക്കിയിട്ടും അതിന് എതിര് പ്രവർത്തിക്കുമ്പോ അത് പടച്ച റബ്ബിനെ എല്ലാ നിലക്കും പരിഹസിക്കലാണ് എന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ കൃത്യമായി പഠിപ്പിക്കുന്നുണ്ട്. ഇപ്പൊ സൂറത്തുൽ അഹ്സാബിന്റെ 57-ാമത്തെ വചനം ഗൗരവത്തോടു കൂടി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. എന്താണ് ആ ആയത്തിൽ അല്ലാഹ് പറയാ? ഇന്നല്ലദീന യുഉദൂനല്ലാഹ വ റസൂലഹു, അള്ളാഹുവിനെയും അള്ളാഹുവിന്റെ റസൂലിനെയും ഉപദ്രവിക്കുന്നവർ, നിന്ദിക്കുന്നവർ, ശല്യപ്പെടുത്തുന്നവർ, ലഅനഹുമുല്ലാഹു ഫിദ്ദുനിയാ വൽ ആഖിറ, ഇഹത്തിലും പരത്തിലും അവർക്ക് അള്ളാഹുവിന്റെ ശാപമുണ്ട്. വഅഅദ്ദ ലഹും അദാബൻ മുഹീനാ, അവർക്ക് നിന്ദ്യമായ ശിക്ഷ ഒരുക്കി വെക്കുകയും ചെയ്തിട്ടുണ്ട്. ഇവിടെ അള്ളാനെ ഉപദ്രവിക്കുക എന്ന് പറഞ്ഞാൽ അള്ളാനെ മനസ്സിലാക്കിയിട്ട് അതിനെതിര് പ്രവർത്തിക്കല. റസൂലുള്ളാഹിനെ ഉപദ്രവിക്കുക എന്ന് പറഞ്ഞാലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച കാര്യങ്ങൾക്ക് എതിര് പ്രവർത്തിക്കുക എന്നതാണ്. എതിര് പ്രവർത്തിക്കുക എന്നതാണ് അല്ലേ? അള്ളാഹുവിനെ ധിക്കരിക്കുക, റസൂലുള്ളാഹിനെ ധിക്കരിക്കുക, ഇതാണ് പഠിപ്പിച്ചത്. അപ്പൊ നമ്മൾ സമീആണ് അല്ലാഹ്, അൽ അലീമാണ് അല്ലാഹ്. എന്റെ റബ്ബ് അറിയാത്ത ഒന്നുമില്ല. ഞാൻ എന്ത് എവിടുന്ന് ചെയ്താലും എന്റെ റബ്ബ് കൃത്യമായി അറിയുന്നവനാണ് എന്നാണ് അൽ അലീം എന്നതിലൂടെ പഠിക്കുന്നത്. അപ്പൊ എന്നിട്ടും നമ്മൾ തെറ്റുകള് മറ്റുള്ളവര് കാണോ നമ്മൾ നോക്കുന്നത്, മറ്റുള്ളവരറിയോ? അപ്പോഴും അല്ലാഹ് എല്ലാം കേൾക്കുന്നു, അല്ലാഹ് എല്ലാം കാണുന്നു, അല്ലാഹ് എല്ലാം അറിയുന്നു എന്ന ആ വിശ്വാസം നമ്മിൽ ഇല്ലാതാകുന്നു. അപ്പൊ ഇത് നമ്മുടെ ഈമാനുമായി ബന്ധപ്പെട്ട് വരുന്ന വിഷയമാണ്. റബ്ബിലുള്ള വിശ്വാസം ഇല്ലാതാകുന്ന ഒന്നാണ്. ഇങ്ങനെ അള്ളാഹുവിനെ അവന്റെ നാമങ്ങളിലൂടെ പഠിച്ചിട്ട് മനസ്സിലാക്കിയിട്ട് അതിന് എതിരെ നമ്മൾ പ്രവർത്തിക്കുക എന്ന് പറയുന്നത് അത് അള്ളാഹുവിന്റെ ശാപം ഇഹത്തിലും പരത്തിലും കിട്ടാനുള്ള കാരണമായി തീരുമെന്ന് ഗൗരവത്തോടുകൂടി മനസ്സിലാക്കുക. അതാണ് ഈ ആയത്ത് നമ്മെ അറിയിക്കുന്നത്. ഒന്നുകൂടി ആയത്തൊന്ന് ഓതി അർത്ഥം പറഞ്ഞ് ഇൻഷാ അല്ലാഹ് നമുക്ക് അവസാനിപ്പിക്കാം. أعوذ بالله من الشيطان الرجيم. قال ربي يعلم القول في السماء والأرض وهو السميع العليم. قال റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, റബ്ബി എൻ്റെ റബ്ബ് യഅലമുൽ ഖൗല, വാക്കുകൾ അറിയുന്നവനാണ്, പറയുന്നത് അറിയുന്നു. ഫിസ്സമാഇ വൽ അർദ്, ആകാശത്തും ഭൂമിയിലും. വഹുവസ് സമീഉൽ അലീം, അവൻ എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനുമാണ്. ആയത്തിൽ പഠിച്ച കാര്യങ്ങൾ ഉൾക്കൊണ്ട് ജീവിക്കാൻ
പരിശ്രമിക്കുക. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين 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 برحمتك يا أرحم الراحمين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم ورحمة الله وبركاته.